ഇന്ന് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെക്കാളും അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ബർത്ത്ഡേക്ക്. ഈ ബർത്ത്ഡേയുടെ 2 ആഴ്ച മുന്നേ തന്നെ ഞങ്ങളെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് എല്ലാവരും ലീവ് എടുക്കണം കേട്ടോ, 10-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരും നേരത്തെ തന്നെ എത്തിക്കോണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അവൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ എത്തി. അപ്പം നമ്മളിതേ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളിക്കാരി അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം. അവളുടെ ബർത്ത്ഡേ ഡ്രസ്സ് അടിപൊളിയല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവളുടെ ഈ ഡ്രസ്സ്. അവൾ ഭയങ്കര രസമുണ്ടായിരുന്നു അവളെ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കയ്യിൽ കേക്കില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചു തന്നത്. അങ്ങനെ ഞങ്ങൾ അനന്തയിൽ കോൾസിൽ പോയിട്ട് ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചതേ വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിനുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യുവാണ്. അങ്ങനെ നമ്മളിത് ക്യാൻഡിലും ഒക്കെ ലൈറ്റ് ചെയ്തു. അപ്പോൾ അവളാണെങ്കിൽ ഫോട്ടോ എടുക്കണം കേട്ടോ, എല്ലാം കിട്ടണം കേട്ടോ, മുഴുവനായിട്ട് കിട്ടണം കേട്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുവാണ്. അത് കഴിഞ്ഞിട്ട് ദേ അവൾ പ്രാർത്ഥിച്ച് അതൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്യുവാണ്. അപ്പം പുള്ളിക്കാരിയും ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഡോണയും സൂസനും മാത്രമേ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഡോണയൊക്കെ ട്രിപ്പ് പോയേക്കുവാണ് ബ്രിസ്ബെയിനിൽ, അതുകൊണ്ടാണ് അവൾ ഇല്ലാതിരുന്നത്. അങ്ങനെ അനന്യ അവൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അവൾ കേക്ക് ഷെയർ ചെയ്തു. ഞങ്ങളും അവൾക്ക് കേക്ക് ഷെയർ ചെയ്തു. അപ്പോൾ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ, ബെൽജിയം ചോക്ലേറ്റ് ആയിരുന്നു കേക്ക്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളി കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പോയി എല്ലാവരും കൂടെ ഒരുമിച്ച് ആ കേക്ക് വാങ്ങിയ തീരുമാനത്തിനെ എല്ലാവരും തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കുകയാണ്, വട്ടമേശ സമ്മേളനം. പിന്നെ എല്ലാവരും കൂടെ തറയിലോട്ട് അങ്ങ് പടിഞ്ഞിരുന്ന് വർത്താനം പറച്ചിലായി, അതായി ഇതായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വൈന് ഒരു കുപ്പി ഉണ്ടായിരുന്നു, അത് പതുക്കെ ആൻ പൊട്ടിച്ചു, മെറിൻ അത് നൈസായിട്ട് ഒഴിച്ചു. അങ്ങനെ ഞങ്ങളിതേ വൈൻ എല്ലാവരും കൂടെ ചേർസ് പറഞ്ഞിട്ട് കഴിക്കുവാണ്. അത്യാവശ്യം ടേസ്റ്റുള്ളൊരു വൈൻ. എനിക്ക് പൊതുവേ വൈനൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്തതാണ്, പക്ഷേ ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ വൈനൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന ലാസ്റ്റ് ഇറങ്ങി പൊക്കൂടെ എന്ന് അവൾ ചോദിക്കേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പതുക്കെ അങ്ങ് ഇറങ്ങുവാണ്. പാതിരാത്രിയായി കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ടച്ച ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മളതേ വീട്ടിലോട്ട് പോകുന്നേ.